2024 ട്രംപ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നത് 7.7 കോടി വോട്ടോടുകൂടിയാണ്. കമല ഹാരിസിന് കിട്ടിയത് 7.5 കോടി വോട്ടും. 2020 ഇലക്ഷനുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈഡന് കിട്ടിയത് 8.1 കോടി 1 കോടി വോട്ടായിരുന്നു. ട്രംപിന് കിട്ടിയത് 7.4 കോടി വോട്ട്. പിന്നെ മൊത്തം വോട്ടിൽ ട്രംപിന്റെ ഷെയർ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഷെയറും ബൈഡന് മൊത്തം വോട്ടിൽ കിട്ടിയ ഷെയറിനെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ഈ വസ്തുതകൾ രണ്ട് കാര്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്ന്, പലരും വാദിക്കുന്നത് പോലെ, ട്രംപ് ഉൾപ്പെടെ പലരും വാദിക്കുന്നത് പോലെ, ട്രംപിന് കിട്ടിയ ഒരു ജനവിധി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്ത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ കിട്ടാത്ത ഒരു ജനവിധിയാണ് എന്നുള്ള വാദമാണ്. വാദം വെറും പൊള്ളയാണ്, അതിന് വസ്തുതകളായിട്ട് നിരക്കുന്നതല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. രണ്ടാമത് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ തോൽവിയുടെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വോട്ടിന്റെ എണ്ണത്തിൽ വന്ന ഗണ്യമായിട്ടുള്ള ഇടിവാണ്. ഈ ഇടിവ് ദേശീയ തലത്തിൽ മാത്രമല്ല, മറ്റ് ചില സംസ്ഥാനങ്ങൾ, അതായത് ഈ സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് അമേരിക്കയിൽ പറയുന്ന ചില സംസ്ഥാനങ്ങളുടെ കണക്കുകൾ നോക്കിയാലും നമുക്ക് ബോധ്യമാവുന്നതാണ്. അപ്പോൾ അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് കിട്ടിയ വോട്ടുകളുടെ എണ്ണത്തിൽ ഇത്രയും ഗണ്യമായിട്ട് ഇടിവ് വരാനായിട്ടുള്ള കാരണം എന്താണ്? എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ സാധാരണ ജനങ്ങളെ, താഴേക്കിടയിലുള്ളവരെയും മധ്യവർഗത്തിലുള്ളവരെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്നിൽ അണിനിരത്തിപ്പിക്കാനായിട്ടുള്ളൊരു ശ്രമം, അതിൽ ഡെമോക്രാറ്റിക് പാർട്ടി തോറ്റുപോയി എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അവർ ഇലക്ഷൻ തോക്കാനായിട്ടുള്ള ഒരു പ്രധാന കാരണം. രണ്ടാമത്, 2024 ഒരു ഘടകം ആയിട്ട് വന്നത് ഇസ്രായേലിലെ പലസ്തീന് നേരെ അഴിച്ചുവിട്ട യുദ്ധമാണ്. ഈ യുദ്ധത്തിനെതിരായിട്ട് അമേരിക്കയിലെ യുവാക്കളും മറ്റ് പൊതുജന സംഘടനകളും ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ള പൊതുജന സംഘടനകളും ഒക്കെ ശക്തമായിട്ടുള്ളൊരു എതിർപ്പ് വന്നായിരുന്നു. ഇസ്രായേലിന് ഒരു കടിഞ്ഞാണിടണം അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് എന്നുള്ളത് പോപ്പുലർ ഒപ്പീനിയൻ നോക്കുകയാണെങ്കിൽ ശരിക്കും അമേരിക്കയിൽ അത് വളരെ പവർഫുള്ളായിട്ട്, വളരെ ശക്തമായിട്ട് തന്നെ ആ ഒരു നിലപാട് പല സംഘടനകളുടെ ഭാഗത്തും, പല യുവ സംഘടനകളുടെയും ട്രേഡ് യൂണിയൻസും ഒക്കെ ഭാഗത്തുണ്ടായതാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരു ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ബൈഡന്റെ ഗവൺമെന്റ് ഇവരുമായിട്ടൊരു ഡയലോഗിനോ ഇവരുമായിട്ടൊരു റിക്കൺസിലിയേഷനോ ഇവരുമായിട്ടൊരു ഒത്തുതീർപ്പിനോ ഒന്നും ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട്, അവരുടെ പൊസിഷൻ ഉൾക്കൊള്ളാനായിട്ടൊന്നും യാതൊരു ഇതും കാണിച്ചില്ല. യാതൊരു അക്കോമഡേറ്റീവ് ആയിട്ടുള്ള യാതൊരു സ്റ്റാൻസും അവരുടെ ഭാഗത്തില്ലായിരുന്നു. ഇതും ഡെമോക്രാറ്റുകളുടെ വോട്ടിന്റെ എണ്ണത്തിൽ വന്ന ഇടിവിന് കാരണമാണ്. പ്രത്യേകിച്ചും യുവജനങ്ങളുടെ ഇടയിലും അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ ഇടയിലും അവർക്ക് കിട്ടുന്ന വോട്ടിന്റെ എണ്ണം ഗണ്യമായിട്ട് കുറയാനായിട്ടുള്ളൊരു കാരണമായിട്ട് വന്നു. ഇതും ഇപ്പോൾ പലരും അംഗീകരിക്കുന്നുണ്ട് ഡെമോക്രാറ്റ്സിന്റെ ഇലക്ഷൻ പരാജയത്തിന് പിന്നിലുള്ള ഒരു കാരണമായിട്ട്. പിന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ വിജയത്തിന് പിന്നില് അമേരിക്കൻ തൊഴിലാളി വർഗത്തിന് കൂടി വന്ന ഒരു ഫാസിസത്തിനോടുള്ള ഒരു കൂടി വന്ന ആഭിമുഖ്യമാണ് എന്നുള്ളൊരു വാദം കേൾക്കാറുണ്ട്. ഇതിലും കാര്യമായിട്ടുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കണക്കുകൾ തന്നെ അതാണ്, ആ ഒരു ഡയറക്ഷനിലാണ്, ആ ഒരു ദിശയിലേക്കാണ് ചൂണ്ടുന്നത്. ശരിക്കും ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ മുതലാളിത്ത വർഗത്തിനിടയിൽ തന്നെയുള്ള ചില സെഗ്മെന്റ്സിന്റെ, ചില വിഭാഗങ്ങളുടെ ഒരു സഖ്യത്തിന്റെ കരുത്താണ്. അവര് 2016 കാണിച്ച അതേ ശക്തി, ട്രംപിനെ ആദ്യം ഇലക്ഷന് വിജയിപ്പിച്ചു കൊണ്ടുവന്ന അതേ ശക്തിയുടെ തന്നെ ഒരു റീഅസേർഷനാണ് നമ്മൾ 2024 കാണുന്നത്. അവരുടെ ഈ എക്കണോമിക് അജണ്ട എന്നുള്ളത് ഒരു പ്രത്യേക ഭാഷയിൽ, ഒരു പ്രത്യേക റിട്ടോറിക്കലും പാക്കേജ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അതിൽ ആ ലാംഗ്വേജിലും ആ റിട്ടോറിക്കിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് സുപ്രിമസിയും വൈറ്റ് വിക്ടിംഹുഡും, ഇത് രണ്ടും കൂടെ ചേർന്നൊരു ഐഡിയോളജി. അതിന് പുറമെ ശരിക്കും വൾണറബിൾ ആയിട്ടുള്ള മൈനോറിറ്റീസ്, അമേരിക്കയിലുള്ള അങ്ങനത്തെ മാർജിനലൈസ് ഗ്രൂപ്പ്സ്, ഉദാഹരണത്തിന് അൺഡോക്യുമെന്റഡ് ഇമിഗ്രൻസ്, അപ്പോൾ ഇവരെ ഡെമണൈസ് ചെയ്യുക, ഇവരെ ഡീഹ്യൂമനൈസ് ചെയ്യുക, ഇവരെ ഒരു സ്കേപ്പ് ഗോഡ് പൊസിഷനിലേക്ക്, അതായത് അമേരിക്കയിൽ ഉണ്ടാകുന്ന സാധാരണക്കാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ എല്ലാം ഒരു കാരണമായിട്ട് ഇവരെ കൊണ്ടുവരിക.
ആ ഒരു ഐഡിയോളജിയും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറ്റ് സുപ്രമസിയുടെയും വൈറ്റ് വിക്ടിംഹുഡിൻ്റെയും ഒക്കെ ഒരു കോമ്പിനേഷനിലാണ് ഈ ഇവരുടെ എക്കണോമിക് പാക്കേജ്, എലീറ്റ്സിൻ്റെ എക്കണോമിക് അജണ്ട ശരിക്കും ഒരു പാക്കേജ് ചെയ്തിരിക്കുന്നത്. ഈ സഖ്യത്തിനെ നയിക്കുന്നത് ശരിക്കും അമേരിക്കയിലെ പ്രധാനപ്പെട്ട പ്രമുഖമായിട്ടുള്ള വ്യവസായങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഈ വ്യവസായങ്ങളെന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഫൈനാൻസ്, ഇൻഷുറൻസ്, ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള വ്യവസായങ്ങളിലുള്ള പ്രമുഖരായിട്ടുള്ള ബിസിനസ് ലീഡേഴ്സ് തന്നെയാണ്, ബിസിനസ് എലീറ്റ്സ് ആണ് ഈ കോalitionന്റെ നായകസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. ഇവരെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇവരെ ഒന്നിപ്പിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലിബർട്ടേറിയനിസം എന്ന് പറഞ്ഞ ഒരു എക്കണോമിക് ആൻഡ് സോഷ്യൽ ഫിലോസഫിയാണ്. അതിൻ്റെ ഒരു വേരിയൻ്റാണ്, അതിൻ്റെ ഒരു ഇനമാണ് ഇവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കയിൽ ശരിക്കും ആഴത്തിൽ വേറുള്ളൊരു സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫിലോസഫിയാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് അമേരിക്കയിലാണ് ശരിക്കും ഒരു ആഴത്തിൽ വേരുകളുള്ളത്. ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ അവരുടെ ഒരു വിശ്വാസം ഏറ്റവും കുറഞ്ഞ തോതിലുള്ള ഗവൺമെൻറ് ഇടപെടലാണ് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരു ഫിലോസഫിയാണ് അത്. അതിൻ്റെ പ്രാക്ടീസായിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു പ്രിഡേറ്ററി സ്ട്രാറ്റജിയാണ്. അതായത് ഒരു കൊള്ളയടി മനോഭാവത്തോടുകൂടി തന്നെ പബ്ലിക് റിസോഴ്സസിനെ പ്രൈവറ്റ് ഗെയിനായിട്ട് പബ്ലിക് റിസോഴ്സസ്, ഇതിപ്പം ഫൈനാൻഷ്യൽ റിസോഴ്സസ് ആവട്ടെ, അല്ലെങ്കിൽ ഈ ടാഞ്ചിബിൾ അസറ്റ്സ്, ഭൂമി പോലെയുള്ള ടാഞ്ചിബിൾ അസറ്റ്സ് ആവട്ടെ, ഇതിനെയെല്ലാം സ്വകാര്യ ലാഭത്തിനായിട്ട് മൊബിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രാക്ടീസാണ് നമ്മൾ ഇവരുടെ ആക്ച്വലായിട്ടുള്ള ഫങ്ഷനിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഇൻഡോ അമേരിക്കൻ ബന്ധങ്ങളുടെ, സാമ്പത്തിക ബന്ധങ്ങളുടെ ഒരു ട്രംപിൻ്റെ തിരിച്ചുവരവോടുകൂടി അതിൻ്റെ ഒരു ഡൈനാമിക്സ് എന്തായിരിക്കാമെന്ന് ചിന്തിച്ചു നോക്കുമ്പം നമുക്ക് ഈ ഒരു സഖ്യത്തിൻ്റെ, ട്രംപിൻ്റെ പിന്നിലുള്ള സാമ്പത്തിക ഫോഴ്സിൻ്റെ അവരുടെ ശക്തികളുടെ താല്പര്യത്തിന് ഇന്ത്യ മാത്രം സ്യൂട്ടബിളാണ് എന്നുള്ളൊരു പ്രധാന ഘടകമായിട്ട് വരും. അപ്പം ഇത് നമ്മുടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം അസിമെട്രിക്കലാണ്, ഒരു അസമത്വത്തിൽ അടിസ്ഥാനമായിട്ടുള്ളൊരു ബന്ധമാണല്ലോ. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു വിദേശ വിപണി എന്നുള്ള രീതിയിൽ വളരെ ചെറിയൊരു റോളാണ് ഇന്ത്യക്കുള്ളത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഡോളർ വേൾഡ് കറൻസിയാണ് എന്നുള്ള സ്ഥിതിക്കും അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഡോളറിനുണ്ടെന്നുള്ള സ്ഥിതിക്കും പിന്നെ അമേരിക്ക ഒരു വിദേശ വിപണി, വിദേശ മൂലധനത്തിൻ്റെ ഒരു സ്രോതസ് എന്നുള്ള രീതിയിലും അമേരിക്ക ഫാർ മോർ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രാധാന്യമുള്ളൊരു രാജ്യമാണ് അമേരിക്ക. അപ്പം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കമ്പനികളിലും ഒക്കെ വരുന്ന വിദേശ മൂലധന നിക്ഷേപം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയാണ് അതിൻ്റെ ഇന്ത്യക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലാർജസ്റ്റ് സോഴ്സ് അമേരിക്കയാണ്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലും ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിലും കോർപ്പറേറ്റ് ഡെപ്റ്റ് പേപ്പർ ആണെങ്കിലും ഗവൺമെൻറ് ഡെപ്റ്റ് പേപ്പറിലാണെങ്കിലും ഇതിലുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഇത് കൂടുതലും അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ് ഇന്ത്യൻ മാർക്കറ്റിൽ വിദേശികൾ എന്ന രീതിയിൽ വളരെ പ്രമുഖമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറിൻ വിദേശ മൂലധന നിക്ഷേപം രണ്ട് രീതിയിലും, ഫൈനാൻഷ്യൽ മാർക്കറ്റ്സിലും അതുപോലെ തന്നെ കമ്പനികൾ തുടങ്ങുന്നതിലും ഇപ്പം ഇന്ത്യൻ ഗവൺമെൻറ് ഫോളോ ചെയ്യുന്ന വളരെ കോർപ്പറേറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അത്തരം നയങ്ങൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള, അതിങ്ങോട്ട് ആകർഷിക്കാനായിട്ടുള്ള നയങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ചും ഇപ്പം ട്രംപിനെ അധികാരത്തിൽ കൊണ്ടുവന്ന സാമ്പത്തിക ശക്തികൾക്ക് അവരെ പ്രത്യേകിച്ചും പ്രീണിപ്പിക്കുക എന്നുള്ളൊരു ചില വ്യത്യാസങ്ങൾ വന്നെന്നിരിക്കും. അതിൻ്റെ ചില ഘടകങ്ങൾ ഇപ്പം തന്നെ നമുക്ക് കുറേ കുറച്ച് കൊല്ലങ്ങളായിട്ട് നടക്കുന്നതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ആരോഗ്യരംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ എല്ലാം പ്രധാന ഉടമസ്ഥത വിദേശ ഫൈനാൻസ് കമ്പനികളുടെ കയ്യിലേക്ക് മാറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വിദേശ സാമ്പത്തിക ഫൈനാൻസ് കമ്പനികളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് എക്വിറ്റി ഫേംസ്, ഹെഡ്ജ് ഫണ്ട്സ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഇത്തരം കമ്പനികളാണ് ഇന്ത്യയിലെ ഹോസ്പിറ്റൽ രംഗത്ത് തന്നെ ഇപ്പോൾ ഒരു മേജോറിറ്റി ഓണർഷിപ്പ് സ്റ്റേക്ക് കൈയാളുന്നത് അവരുടെ. അതുപോലെ തന്നെ ഒരു സംഭവം ഇപ്പം ഹയർ എഡ്യൂക്കേഷൻ്റെ രംഗത്ത് വന്നാലും, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വന്നാലും, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പ്രവണതയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. പിന്നെ ഈ ട്രംപ് പറയുന്ന രീതിയിൽ
അമേരിക്കയിലേക്ക് വരുന്ന കയറ്റുമതി, മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് താരിഫ്സ് അല്ലെങ്കിൽ നികുതി ഈടാക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അത് ശരിക്കും നമ്മളെ ഇന്ത്യയെ വളരെ പ്രതികൂലമായിട്ട്, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് നമ്മുടെ ഡോളറിലുള്ള ആശ്രിതത്വം കൂട്ടുകയും ചെയ്യും പ്രത്യേകിച്ചും. അപ്പം അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പല രീതിയിലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇതുപോലെ ഫോറിൻ ഫൈനാൻഷ്യൽ ഇൻഫ്ലോസോ കൂടുതൽ ലിബറലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള പൊസിഷനിലേക്ക് ഇന്ത്യ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു ഘടകം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ ട്രംപ് വന്നിട്ടുള്ള മാറ്റങ്ങളിൽ വരാനുള്ള മാറ്റത്തിൽ ഉള്ളൊരു ഘടകം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു മത്സരമാണ്, ഒരു സ്ട്രാറ്റജിക് കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് മിക്കവാറും ആ മത്സരം കൂടുതൽ ഇൻറ്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യതയാണ് ട്രംപ് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത്. അപ്പം ഇന്ത്യക്ക് അമേരിക്കയുടെ ഒരു ഫെയ്ത്ത്ഫുൾ ജൂനിയർ പാർട്ട്ണർ എന്നുള്ളൊരു പങ്കാണല്ലോ ഉള്ളത്. കൊല്ലങ്ങളായിട്ട് അങ്ങനെ ആ ഒരു പങ്കാണ് ഇന്ത്യ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചൈനയുമായിട്ടുള്ള ഇത് കൂടി വരുമ്പം അമേരിക്ക കുറച്ചുകൂടെ ഇന്ത്യയോടുള്ള ഒരു ഡിസൈറബിലിറ്റി ഒരു കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ചൈനയെ അങ്ങനെ ഒരു ആന്റഗണൈസ് ചെയ്യുക, ഒരു വിരോധ മനോഭാവത്തോടെ നിർത്തുക എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇന്ത്യയുടെ സ്വന്തമായിട്ടുള്ള സെൽഫ് ഇൻട്രസ്റ്റും ബ്രോഡർ സെൽഫ് ഇൻട്രസ്റ്റും പ്രത്യേകിച്ച് ഇന്ത്യയിലെ ബിസിനസ് ഇൻട്രസ്റ്റിനും അതിനോട് വലിയൊരു ആഭിമുഖ്യം തോന്നാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇറക്കുമതിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അമേരിക്കക്കാട്ടിലും വളരെ പ്രാധാന്യമുണ്ട് ചൈനയ്ക്ക്. ഇന്ത്യൻ്റെ മൊത്തം ഇറക്കുമതിയുടെ ഏകദേശം 18% അടുപ്പിച്ച് ചൈനയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അമേരിക്കയിൽ നിന്ന് വരുന്ന 5% താഴെയുള്ളൂ. അതുപോലെ തന്നെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് എന്നുള്ള രീതിയിലും ചൈന അമേരിക്കയുടെ അത്രയും പ്രാധാന്യമുള്ളതല്ല. എന്നാലും ചൈനയുടെ റോള് വർദ്ധിച്ചു വരുന്നവരാണ്. അപ്പോൾ ഒരു വളർന്നു വരുന്നതുകൊണ്ടിരുന്നൊരു മാർക്കറ്റും ഒരു സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസും ഒരു സോഴ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ഇൻപുട്സ്, ഈ ഇമ്പോർട്ടഡ് ഗുഡ്സും എന്നുള്ളതിനെ ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി അതിലൊരു ഡിസ്റപ്ഷനായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചൈനയോടുള്ളൊരു വിരോധം ഒരു സ്ട്രാറ്റജിക് റോള് ചൈനയായിട്ട് ഒരു ആന്റഗോണിസ്റ്റിക് ആയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി എടുക്കാനുള്ളതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.